ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. പഴയകാലം മുതലേ മുഅ്മിനീങ്ങൾ ചെയ്തു പോരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മഗ്‌രിബിന് ശേഷം 3 യാസീൻ ഓതുക. പഴയ കാലം മുതലേ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന അമലുകളിൽപ്പെട്ടതാണ് 3 യാസീൻ ഓതുക. 3 യാസീൻ ഓതുക. ഏതൊക്കെയാ 3 യാസീനുകള്? 3 യാസീൻ ഓതുക എന്തിനു വേണ്ടി? 1 ബിനിയത്തി തൂലിൽ ഉംരി, 2 ബിനിയത്തി ദഫഇൽ ബലാഇ, 3 ബിനിയത്തിൽ ഇസ്തിഗ്നാഇ അനിൻ നാസി. 1 ഒരു യാസീൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് ഉണ്ടാകാൻ മറക്കരുത്. എന്ത് എങ്ങനെ അള്ളാഹുവിന്റെ കിതാബ് അങ്ങനെ തന്നെ വായിക്കാം. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ബിനിയത്തി തൂലിൽ ഇൽമി ഫീ തൂലിൽ ഉംരി ഫീ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ് ഉണ്ടാകാൻ. ദീർഘായുസ് ഉണ്ടായ പോരാ, എങ്ങനെ ഉണ്ടാകണം? അള്ളാഹുവിന്റെ പൊരുത്തത്തിലുണ്ടാകും. ഇബാദത്തിന് ത്വാഅത്തിന് വേണ്ടി ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വെറുതെ കുറെ ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല. ആ ആയുസ് ചോദ്യം ചെയ്യപ്പെടും, അള്ളാഹുവിന്റെ കോടതിയിൽ പരാജയപ്പെടും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കുറച്ച് ആയുസ് വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല. ബർഫിലോ ടെർഫിലോ എന്താ പറയാ, ടെർഫ്, അതിൽ പോയി പന്തളിക്കാൻ വേണ്ടി കുറച്ച് ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ. അപ്പൊ എന്തിന്? അള്ളാഹുവിന്റെ ത്വാഅത്തിലായി, അത് പ്രത്യേകം മറക്കരുത്. അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ് ഉണ്ടാകാൻ 1 യാസീൻ. 2 ബിനിയത്തി ദഫഇൽ ബലാഇ, എല്ലാ ബലാ മുസീബത്തിനെയും തട്ടിക്കളയുക എന്ന നിയത്ത് ചെയ്ത്. 3 വബിനിയത്തിൽ ഇസ്തിഗ്നാഇ അനിൻ നാസി, ജനങ്ങളെ തൊട്ട് ഹിനയുണ്ടാകാൻ, ആരാന്റെ മുന്നിൽ നിന്നരായി കൈനീട്ടാതിരിക്കാൻ. പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. ഇവിടെ പറഞ്ഞല്ലോ എനിക്ക് കാര്യമായ ജോലിയൊന്നുമില്ല, ജോലി എന്തായാലും പൈസ കയറിയിട്ടും ചെയ്യുന്നതല്ല, എങ്ങനെ നടക്കണത് അറിയില്ല, റബ്ബ് നടത്തി തരുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ ഇപ്പൊ സ്വാഗതം പറഞ്ഞില്ലേ, പറയേ അസീസ് ദാരിമോട് സ്വാഗതം പറഞ്ഞല്ലോ. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെയൊക്കെ അവസ്ഥ. എന്ത് ബാങ്ക് ബാലൻസ് ആർക്കാണുള്ളത്? എന്ത് ബാലൻസ് ഉള്ളത്? റാഹത്തായി പോയി. നമുക്ക് തന്നെ ബാലൻസ് ഉണ്ട് ഇല്ല, പിന്നെന്തോ ബാങ്ക് ബാലൻസ്? അള്ളാന്റെ അടുക്കലാ ബാലൻസ്. നമുക്കൊരു ബാലൻസേ ഉള്ളൂ. എന്ത് എന്ന് പറയും മനുഷ്യന്മാര്. എന്താ നമ്മളെ ബാലൻസ്? എന്തൊരു മനുഷ്യന്മാരാണ്. എന്താ നമ്മളെ ബാലൻസ്? ലാ ഹൗല വലാ ഖുവത, ബാലൻസ് ആക്കി പോവുക. എന്ത് ബാലൻസ്? എന്താ ബാലൻസ്? അതാണ് ഇന്റെ ബാലൻസ്. ഇന്റെ ബാലൻസ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് വലിയ ബാലൻസ് തന്നെയാ, അത് വലിയ ബാലൻസാ. അപ്പൊ 3 കാര്യം. ആ 3 കാര്യം എന്ന് പറയും. 3 യാസീൻ ഓതുക. ഒന്നെന്തിന്? അത് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. എങ്ങനെ? അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് ഉണ്ടാകാൻ. 1. 2 ആപത്ത് മുസീബത്തുകളെ തട്ടിക്കളയാൻ. 3 ജനങ്ങളെ തൊട്ട് ഹിനയുണ്ടാകാൻ. മനസ്സിലായില്ലേ? ആരാന്റെ മുന്നിൽ നിന്നരായി കൈനീട്ടാതെ ഇസ്സത്തിൽ ജീവിക്കാൻ. റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. ആരാന്റെ മുന്നിൽ നിന്നരായി കൈനീട്ടാതെ ഞങ്ങളെ ജീവിപ്പിക്കണമേ റബ്ബേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ യാസീനോട് കൂടെയും ഓരോ യാസീനും വേറിട്ട് ചെയ്യണം. അതായത് അൽ ഫാത്തിഹ എന്ന് പറയാം, എന്നിട്ട് അതിന്റെ യാസീനോട്, എന്നിട്ട് അതിന്റെ ഇഖ്ലാസ് മുഅവ്വദത്തിനോട്, എന്നിട്ട് ദ്വാരക്ക, എന്നിട്ട് അടുത്ത ഫാത്തിഹ. മനസ്സിലായോ പറഞ്ഞത്? അത് തന്നെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ കിതാബും ഞാനിവിടെ വായിക്കുന്നില്ല. അതായത് ഓരോ യാസീനുകളും വേറെ വേറെ ദുആ ചെയ്യണം. യാസീൻ പറഞ്ഞാൽ മതി, പിന്നെ ഫാത്തിഹ പറയേണ്ടതില്ല. എന്തുകൊണ്ട്? യാസീന്റെയും ഉമ്മാണല്ലോ ഏത്? ഫാത്തിഹ. നിങ്ങൾ ഇബ്രാഹിം നബിക്ക് ഒരു യാസീൻ ഓതിക്കോളി എന്ന് പറഞ്ഞാൽ മുത്തുനബിനെ അതിൽ കൂട്ടണമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം മുത്തുനബി നമ്മുടെ കൽബിൽ ഉണ്ടായാലേ ആരുണ്ടാവുള്ളൂ. വർത്താൻ തന്നെയല്ലേ. നിങ്ങൾ മൊഹീദ്ദീൻ ശൈഖിന് ഒരു ഫാത്തിഹ ഓതി എന്ന് പറഞ്ഞാൽ നബിക്കോതൊന്നും ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല. മുത്തുനബി ഇല്ലാതെ ഒരു മൊഹീദ്ദീൻ ശൈഖ് ഉണ്ടാവില്ല. ഒന്ന് സല്ലല്ലാഹു എന്ന് പറയും, മുത്തു അഹമ്മദ് മുസ്തഫ അള്ളാന്റെ ഹബീബിന്റെ പിന്നാലെ അതിൽ ഫഖ്ർ നടിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാന്റെ ഹബീബിൽ അഭിമാനിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ.
ഏതുമ്മാക്കും ബാപ്പാക്കും നമ്മളെ ഉമ്മാനെ മരിച്ച ഉമ്മാനെ കടത്തിയിട്ട് നമ്മൾ ദ്വാരക്കും. ആദ്യം ആർക്ക് പറയും? ഇതാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ, അങ്ങനെയല്ലേ? അങ്ങനെ പറഞ്ഞേ, ഉമ്മാനെ കടത്തിയിട്ട് ദ്വാരക്ക. ആർക്ക്? ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. ആദ്യം ആർക്ക് ഫാത്തിഹ? ഫാത്തിഹ വിളിച്ചത് ആർക്കാ? ഇവിടെ ദ്വാരക്കണ ആർക്കാ? ഉമ്മാക്ക്. ഫാത്തിഹ വിളിച്ച ആർക്കാ? മുത്തനബിക്ക്. മയ്യിത്തുസ്കാരം അങ്ങനെ തന്നെയല്ലേ? ഉമ്മാക്ക് ദ്വാരക്കണ മുമ്പ് മുത്തനബി കൊടുക്കാനല്ലേ അള്ളാഹു പറഞ്ഞ്? ഫാത്തിഹ കഴിഞ്ഞാൽ സ്വലാത്ത് കഴിഞ്ഞാലാണ് ഉമ്മാക്ക് ദ്വാ. നിങ്ങൾ എന്റെ കൂടെ അല്ലേ? മനസ്സിലായില്ലേ? അള്ളാഹു പഠിപ്പിച്ചതും അങ്ങനെയാണ് മനുഷ്യ. മുത്തുനബിയെ പറയാതെ മുത്തുനബിക്ക് കൊടുക്കാതെ പിന്നെ ഒരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതുപോലെ ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയെ പ്രത്യേകം പറയേണ്ടതില്ല. ഏത് കാര്യം ഇപ്പൊ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ഒരു ഫലക്ക് നാസ്, അവിടെ എന്ത് പറയേണ്ടതില്ല? ഫാത്തിഹ പറയേണ്ടതില്ല. ഫാത്തിഹ അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിന്റെയും അസിലാണ് ഫാത്തിഹ. അപ്പൊ വേറിട്ട് ഒരു ഫാത്തിഹ അൽ ഫാത്തിഹ എന്ന് പറയാ. മനസ്സിലായ പറഞ്ഞത്? ഫാത്തിഹ പിന്നെ യാസീനോട് പിന്നെ ഇഖ്ലാസ് മുഅവ്വദത്തിന് ഓതിയിട്ട് ദ്വാരക്കുക. ഒന്ന് മനസ്സിലായോ? രണ്ടാമത്തത് അതെന്തിന്? ആദ്യത്തത് എന്തിന്? അള്ളാഹുവിന്റെ പൊരുത്തത്തിലായ ദീർഘായുസ്സിന്. രണ്ടാമത്തത് എന്തിന്? ആപത്ത് മുസീബത്ത് തടഞ്ഞു പോകാൻ. കോണിന്റെ മേലെന്ന് കുട്ടികൾ വീണു, കുട്ടി കുറച്ചു നേരം അങ്ങനെ അണ്ടമിട്ട് കിടന്നു. അപ്പോഴത്തിന് പെണ്ണുങ്ങൾ ഫോൺ ചെയ്ത്, പഠിച്ചവനെ പെണ്ണുങ്ങൾ ബോധം കിട്ടു വീണു, ആരോ ഫോൺ ചെയ്ത് നമ്മൾ പാഞ്ഞു വന്ന് വേഗം കുട്ടീനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ തട്ടി റാഹത്തായി ഓനാണ് എണീറ്റു. ഒന്നും പറ്റിയില്ല, ഒന്നുമില്ല. എക്സ്റേ എടുത്തു, ഒരു കുഴപ്പമില്ല, ഒന്നിനും പറ്റിയില്ല, ഒന്നും ഉണ്ടായില്ല. എന്തേ പറ്റി? ഒന്നുമില്ല. അവിടെ ആര് കൈവച്ചിട്ടുണ്ടാവും? അള്ളാഹുവിന്റെ മലക്കൾ. എന്ത് ചെയ്തിട്ടുണ്ട്? ആ കൊല്ലത്തെ ബലാ മുസീബത്ത് തടഞ്ഞു പോകാൻ. പിന്നെ ഇത് നടക്കണം. പക്ഷെ നിനക്കൊന്നും പറ്റൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു പീടിയ പൂട്ടി, പഴത്തിന് വേറൊരു വരുമാനമാണ് തോന്നുന്നു. പീടിയ എങ്ങനെ എന്നൊക്കെ കച്ചവടമൊന്നും ഇല്ലാതെയായി. അതിലൂടെ കേബിൾ ലൈന് വന്നു. ജനങ്ങളൊന്നും ചാടി കടന്നിട്ട് വലിയ കടങ്ങ് ജയിച്ചു. അവന് കച്ചവടമൊന്നുമില്ല. അങ്ങനെയാണ്. അപ്പോഴാണ് മകൻ്റെ ഫോൺ വന്നത്. എന്ത്? ഉപ്പേ, എനിക്ക് ശമ്പളം കയറ്റി കിട്ടിയിട്ടുണ്ട്, 2000 റിയാൽ കൂടുതൽ തരാമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. വേറെ കമ്പനിയിൽ നിന്ന് ഓഫറുണ്ട്. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഓവർ ടൈം ഉണ്ട്. എല്ലാം കൂടി ആയിട്ട് ഒരു 4000 റിയാലൊക്കെ. ഓ അൽഹംദുലില്ലാ. ഇവിടെ 2000 റിയാലിന് ശമ്പളത്തിന് ഒരു 5000 റിയാലിനാണ് കിട്ടി. അൽഹംദുലില്ലാ. ഇടയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ചോദിക്കണമൊക്കെ പഠിച്ചോണം തന്ന് നമ്മളിങ്ങനെ രാജാക്കന്മാരായി ജീവിച്ചാൽ പിന്നെ നമുക്ക് അള്ളാഹ് എന്നൊരു ചിന്ത ഉണ്ടാവില്ല. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയാണ്, വളരെ ചിന്തിക്കണം. അപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തതോ? എന്നിട്ട് അതിന്റെ ഫാത്തിഹ യാസീൻ ഇഖ്ലാസ് മുഅവ്വദത്തിന് ഓതുക, എന്നിട്ട് ദുആ ചെയ്യുക. മൂന്നാമത്തെ ജനങ്ങളിലേക്ക് കൈനീട്ടാതെ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരി, ഞാൻ പറഞ്ഞല്ലോ, ഇനി അത് വിശദീകരിക്കുന്നില്ല. കുറഞ്ഞ വാക്കുകൊണ്ട് അവസാനിപ്പിക്കുന്നു കിട്ടൂല. ഇനി ഇവിടെ വേറൊരു മദ്ഹബ് കൂടി ഉണ്ട്. എന്താ മദ്ഹബ്? യമനിലെ തെരീം നിവാസികളെ പറ്റി ചില കിതാബുകളിൽ കാണാം, അവരുടെ യാസീനോത്ത് ബഅദൽ അസ്റാണ്. മനസ്സിലായില്ല? അങ്ങനെയുള്ള അഭിപ്രായവും ഉണ്ട്. യമനികളുടെ അഭിപ്രായത്തിൽ ഒരു വിലയുണ്ട്. പ്രത്യേകിച്ച് തെരീമികൾ എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്തിന്റെ കേന്ദ്രം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ഇഷ്ടപ്പെട്ട നാടാണ് തെരീം. യമന്റെ കൽബാണ് തെരീം. എല്ലാ സയ്യിദന്മാരും എവിടുന്നാ വരുന്നത്? തെരീമിൽ നിന്ന്. പാണക്കാട്ട് തങ്ങന്മാര്, ബാഫക്ക് തങ്ങന്മാര്, ഇവരൊക്കെ എവിടുന്ന? മമ്പർത്ത പാപ്പ, ഇവരൊക്കെ എവിടുന്ന് വന്നതാ? തെരീമിൽ നിന്ന്. തെരീമികൾക്ക് വലിയ പ്രത്യേകമായ പദവിയുണ്ട്. തെരീമികൾക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട്. തെരീമികളെ പ്രത്യേകമായി ബഹുമാനിച്ചിരുന്നു സയ്യിദുനാ സിദ്ദീഖ്. അപ്പൊ ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ ആദത്ത് എന്താ? അവരുടെ ആദത്തിനെ പറ്റി ചില കിതാബുകളിൽ കാണാം. അവര് എന്ത് ചെയ്യുന്നറിയോ? അവര് 14-ന്റെ അന്ന് അസർ നിസ്കരിച്ചാൽ സിയാറത്തിന് ഇറങ്ങും. ആര്? തെരീമികൾ. സിയാറത്ത് അവസാനിച്ച് ഒരുമിച്ച് കൂടിയിട്ട് യാസീൻ ഫാത്തിഹ വിളിക്കും. ഒരു ഫാത്തിഹ ദ്വാരക്കും, യാസീൻ ഓതി ദ്വാരക്കും.
രണ്ടാമത്തെ ഫാത്തിഹ യാസീൻ ദ്വാർക്കും, മൂന്നാമത്തെ ഫാത്തിഹ യാസീൻ ദ്വാർ കഴിയുമ്പോഴത്തിന് മഗ്‌രിബാവും പിരിയും, പിന്നെ പള്ളിയിൽ പോകും. ഇതാണ് ആരുടെ ആദത്ത്? തെരീമികൾ. അപ്പൊ തെരീമികൾ അസറിന് ശേഷം 14 അസറിന് എന്തിനിറങ്ങും? പറയും, എന്തിനിറങ്ങും? സിയാറത്തിനിറങ്ങും. തെരീമികൾ എന്നാൽ അഹ്ലു ബൈത്തിന്റെ കേന്ദ്രമാണ്. ലോകം കണ്ട മഹാന്മാരെല്ലാം തെരീമിലാണ്. ഫഖീഹുൽ മുഖദ്ദമിനെ കേട്ടിട്ടില്ലേ? ഹദ്ദാദിൽ പറയുന്ന ബഹുമാനപ്പെട്ട, അറിയില്ലേ? ഹദ്ദാദിൽ പറയപ്പെട്ട മഹാനല്ലേ ആര്? ബഹുമാനപ്പെട്ട ഫഖീഹുൽ മുഖദ്ദം റഹിമഹുല്ലാഹ് പോലെയുള്ള മഹാന്മാരില്ലേ? ആ മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് ഏത്? തെരീം. അവരുടെ ആദത്ത് അങ്ങനെയാണ്. നമ്മൾ 2 കാര്യം ചെയ്യുന്നത് നല്ലതാണ്. തെരീമികളോട് ചേർന്നിട്ട് നമുക്കും അങ്ങനെ ചെയ്യാം. എന്നാൽ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വലിയ പ്രധാനപ്പെട്ടതും. എന്ത്? മഗ്‌രിബിനെയും. അപ്പം ഞാൻ എല്ലാവരോടും നിങ്ങളോട് ചോദിക്കണവരോടൊക്കെ പറയാറുണ്ട്, നമ്മളൊരു 3 യാസീൻ ഓതി എഴുതി ഒന്നും വരാനില്ലല്ലോ. 6 മിനിറ്റ് ആറ് വന്നാൽ യാസീന് മനസ്സിലാവാൻ പറഞ്ഞത്. ഒരു 4-4:15 4:30 മണിന്റെ ഉള്ളിൽ അസർ കഴിയും അല്ലേ? 4 ആകുമ്പോഴത്തേന് അസർ ജമാഅത്ത് കഴിയുമല്ലോ, പറയും മനുഷ്യന്മാര് അല്ലേ? കഴിയും. 4-ന്റെ ഉള്ളിൽ തന്നെ കഴിയും. 6:30 ആകുമ്പോഴേ എന്തുള്ളൂ ഇല്ലേ? 6:41 ഇന്ന് 40 ആയിക്കോട്ടെ. അപ്പൊ എന്താണെങ്കിൽ ഈ 4:30 ജമാഅത്ത് കഴിഞ്ഞിട്ട് ഇനി മഗ്‌രിബിന് ബാങ്ക് കൊടുക്കാൻ എന്തുണ്ടല്ലോ? എത്ര ഉണ്ട്? 2 മണിക്കൂറില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? എല്ലാ കാര്യമാണ്. അങ്ങനെയും കിതാബിലുണ്ട്, അവരങ്ങനെ ചെയ്യാറുണ്ട്. ഏതോ നാട്ടുകാരല്ല, തെരീമികളാണ്. അപ്പൊ അവരുടെ ആദത്തിനൊരു അസലുണ്ടാവും. അത് നല്ലതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാസീനല്ലേ? അപ്പൊ അതും വളരെ നല്ലതാണ്. തെരീമികളുടെ ആദത്ത് അങ്ങനെയാണെന്ന് ചില കിതാബുകളിൽ കാണാം. അങ്ങനെ ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്നാൽ അഫ്ളലായ സമയം ഏതാണ്? മഗ്‌രിബിന് ശേഷം. അത് മുടങ്ങാൻ പാടില്ല. ഉമ്മയെയും ബാപ്പയെയും ഒക്കെ സിയാറത്ത് ചെയ്യുക. എന്നെ പോലെ ഉമ്മയും ബാപ്പയും മരിച്ചവരുണ്ടാവും, വല്യപ്പ വല്യമാര് മരിച്ചവർ ഏർപ്പാടുണ്ടാവും. മാത്രമല്ല ആദരിക്കപ്പെടുന്ന ഉസ്താദ്മാര്, മഹാന്മാര് തുടങ്ങിയവരൊക്കെ പരിസരത്തുണ്ടാവും. അവർക്കും നമ്മൾ കൊടുത്താൽ അതൊരു സന്തോഷമാണ്. മനസ്സിലായില്ലേ? ഒരു കാലത്ത് ഇതിനെല്ലാം വലിയ ഇക്റാം ചെയ്ത മഹാന്മാരാണ് ആ കിടക്കുന്നത്. അപ്പോൾ അന്ന് അസറോട് കൂടി അവരടുത്ത് പോയി, ബാപ്പാന്റെ ഖബറിനെ പോയി, ഉമ്മാന്റെ ഖബറിനെ പോയി. ഈ കഴിഞ്ഞ ബറാത്തിന്റെ രാത്രി പുരയിൽ മൗലിദും മറ്റു കാര്യങ്ങളും യാസീനോത്തും നടക്കുമ്പോൾ ഉമ്മ എന്റെ കൂടെയുണ്ട്. പൊട്ടിക്കരഞ്ഞു ഉമ്മ, പൊട്ടിക്കരഞ്ഞ് ഉമ്മ ദുആ ചെയ്യുന്നത് എന്റെ കണ്ണിലുണ്ട്. ആ ഉമ്മ ഇക്കൊല്ലം ഖബറിനടിയില, ആ ഉമ്മ ഇന്ന് പച്ച മണ്ണിന്റെ ഉള്ളില. എന്റെ ATM കാർഡിന്റെ ഉമ്മയായിരുന്നു. എന്റെ ATM കാർഡിന്റെ ഉമ്മയായിരുന്നു. ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചപ്പോഴാണ് ബേജാറ്. എന്താണ് പറഞ്ഞാലും നടക്കും. എന്ത് ഒരു പ്രശ്നം ഉണ്ടായ ഞാൻ അമ്മാനോട് പോയി പറയാം, ഞങ്ങളത് ആക്കി. അപ്പം അമ്മ പറയും, ഇനി എന്തെങ്കിലും മുസീബത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തോ വിളിച്ചു പറയും, എടാ ഞാനേ സ്വപ്നം കണ്ടിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഞാൻ സ്വപ്നം കണ്ടിരുന്നു, ഞാൻ കാര്യമായാണ് ധാരണ, അങ്ങനെയൊക്കെ കണ്ടിരുന്നു, അങ്ങനെയൊക്കെ കാണുകയും ചെയ്യും. പിന്നെ ദ്വാൻ്റെ വർക്കട്ടുകൊണ്ടൊക്കെ ഉണ്ടല്ലേ ആവതാറ്റെങ്കിലും ചില കാര്യങ്ങൾക്ക് എൻ്റെ ഉമ്മ, അത് വയസ്സായ അവർ, കാരണം അവർക്ക് നിസ്കാരം നോമ്പും ദ്വായും ദിക്റും അല്ലാത്തൊരു പരിപാടി പറയേ ഇല്ല. നമ്മളിപ്പോൾ വാട്സപ്പിലെങ്കിലും കളിക്കും. എന്തത് വാട്സപ്പ്? അവർക്ക് വാട്ടപ്പുളാന്നാണ് സാധനം ഉണ്ടായിരുന്നു. വാട്സപ്പ് മനസ്സിലായില്ല. പിന്നെ പുള കാര്യമായി ഉണ്ടാക്കൽ നിർത്തിയപ്പോൾ വാട്ടപ്പുളയും കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? പണ്ട് അവരെ കയ്യിൽ എന്തുണ്ടായിരുന്നത് പറയും മനുഷ്യന്മാരെ. കർക്കിടക മാസത്തിൽ കുറച്ച് ഉപ്പും മുളകും ഒന്ന് തൂമിച്ച് നിന്നാൻ വേണ്ടി കഞ്ഞിക്ക് കൂട്ടാൻ എന്തുണ്ടായിരുന്നു? വാട്ടപ്പൂള ഉണ്ടായിരുന്നു. എന്തില്ല? വാട്സപ്പില്ല. അപ്പോൾ കൊണ്ട് ഒരു അമലിന് മുടക്കം വരില്ല. നമ്മളങ്ങനെയല്ല. നമ്മൾ യാസീന് ഇവിടെ കഴിഞ്ഞാൽ മറ്റേതവിടെ കുത്തും. എന്തിന്? വാട്സപ്പിൽ കുത്തും. അപ്പോൾ ഈ യാസീൻ ആ വാട്സപ്പ് കൊണ്ട് പത്തിലാവും. ആക്കട്ടെ. അവരങ്ങനെയല്ല.
എന്റെ ഉമ്മയിരുന്നു. കഴിഞ്ഞ കൊല്ലം ബറാത്തിന്റെ ദുആയിലൊക്കെ പൊട്ടിക്കരഞ്ഞ് ഉമ്മ ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഉമ്മ ഇന്ന് പച്ച മണ്ണിന്റെ അടിയിലാണ്. അങ്ങനെ ഉമ്മയും ബാപ്പയും മരിച്ചവർ ധാരാളം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ? സിയാറത്ത് ചെയ്യാ സന്ദേശം. എന്നിട്ട് എന്ത് ചെയ്യുക? യാസീനോടുക. അല്ലാഹു തആല ഖൈറിന്റെ വാതിൽ തുറന്നു തരട്ടെ. പിന്നെ രാത്രി ചെയ്യേണ്ട അമലുകളുടെ പ്രത്യേകത, ആ രാത്രി അമൽ ചെയ്യേണ്ടത് എന്താ? സൂറത്തുൽ ദുഖാൻ ഓടുക. തൗഫീഖ് തരട്ടെ. സൂറത്തുൽ ദുഖാൻ, ദുഖാനിന്റെ ആദ്യത്തെ 8 ആയത്തുകള് റജബ് ശഅബാൻ 1 മുതൽ 15 വരെയുള്ള 14 ദിവസങ്ങളിലും 15 തവണ ആവർത്തിച്ചോതി ദുആ ചെയ്യുന്നത് നല്ലതാണെന്ന് ചില ഉലമാഇന് അഭിപ്രായം ഉണ്ട്. ചെയ്യുന്നവരുണ്ടെങ്കിൽ കൈയൊണ്ടിക്ക. ചെയ്യുന്നവരുണ്ടോ? 1 2 മനസ്സിലായില്ല. ശഅബാൻ 1 മുതൽ 14 അടക്കമുള്ള ദിവസം എത്ര വട്ടം? ആദ്യത്തെ 8 ആയത്ത് എത്ര വട്ടം? 15 വട്ടം. 14 ദിവസം. അങ്ങനെ 15ാം രാത്രി 30 വട്ടം. കുറച്ച് സലാത്തില്ല, കുറച്ച് തൈലീലില്ല, ദുആ ചെയ്യാം. ഇജാബത്ത് ഉണ്ടാവുന്ന ചില ഉലമാഇന് അഭിപ്രായമുണ്ട്. ഒന്നുകൂടി നോക്കി പറയുമ്പോൾ മനസ്സിലായില്ല. മനസ്സിലായോ പറഞ്ഞത്? ഇതുവരെ ചെയ്യാത്തവർ ബേജാറാകണ്ട, ഇന്ന് മുതൽ ചെയ്താളി. ഈ രാത്രി നിങ്ങൾക്കറിയുമോ? ഈ രാത്രി നേരാ രാത്രി 13ാം രാവാണ്. നാളെ 14ാം രാവാണ്. മറ്റന്നാൾ 15ാം രാവാണ്. 13ാം രാവ് എന്താണ്? ശഅബാൻ 13ാം രാവിന് അള്ളാഹുന്റെ ഹബീബിന് അള്ളാഹുന്റെ ഹബീബ് അള്ളാഹുവിനോട് എന്റെ ഉമ്മത്തിന് ശഫാഅത്തിന് അധികാരം എനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉമ്മത്തിലെ 1/3 ഭാഗത്തിനും അള്ളാഹു ശഫാഅത്തിന് അധികാരം കൊടുത്തത് ശഅബാൻ 13ാം രാവിനാണ്. കൂടെ ഉണ്ടോ? എത്രാം രാവാ? 13ാം രാവ്. എന്റെ ഉമ്മത്തിനെ ശഫാഅത്ത് ചെയ്ത് അവരെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ അധികാരം തരണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവോട് യാചിച്ചപ്പോൾ അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹിക്ക് സമുദായത്തിന്റെ സുലുസുൽ ഉമ്മ, സമുദായത്തിന്റെ 1/3 ഭാഗത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അധികാരം കൊടുത്തത് ശഅബാൻ 13ാം രാവിനാണ്. റസൂലുള്ളാഹി നിർത്തിയില്ല. വീണ്ടും പിറ്റേ ദിവസവും ദുആ ചെയ്ത് റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞപ്പോൾ ശഅബാൻ 14ാം രാവിന് തന്റെ സമുദായത്തിന് സുലുസൈ ഉമ്മ, സമുദായത്തിന്റെ 2/3 ഭാഗത്തെയും നരകത്തിൽ രക്ഷപ്പെടുത്താൻ അധികാരം കൊടുത്തത് നാളത്തെ രാത്രിയാണ്. എത്ര? 14ാം രാവ്. റസൂലുള്ള വീണ്ടും നിർത്തിയില്ല. ഹബീബായ റസൂലുള്ള പൊട്ടിക്കരഞ്ഞ് വീണ്ടും ദുആ ചെയ്ത് പൂർണ്ണമായി തന്റെ ഉമ്മത്തിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ജമീഅ ഉമ്മത്തി മുഹമ്മദിൻ അല്ലാഹുമ്മ ജഅൽനാ മിൻ ഖിയാരി ഉമ്മത്തി മുഹമ്മദിൻ അല്ലാഹുമ്മ ജഅൽനാ മിൻ ഖിയാരി ഉമ്മത്തി മുഹമ്മദിൻ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ സമുദായ അംഗങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഹബീബായ റസൂലുള്ളാഹിക്ക് അല്ലാഹു അധികാരം കൊടുത്തത് 15ാം രാത്രിയാണ്, അഥവാ ബറാത്തിന്റെ രാത്രിയാണ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അപ്പോൾ ദുഖാൻ ഓടുന്നത് നല്ലതാണ്. ദുഖാനിന്റെ ഈ ഒരു ശൈലി പ്രാവർത്തികമാക്കുന്ന ആളുകൾ ഉണ്ടാകാം, അതും നല്ലതാണ്. അത്തരം ആളുകൾ ഇല്ലെങ്കിൽ ഇന്നു മുതൽ ചെയ്താളി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്തെങ്കിലും ഇൽമില്ലായ്മ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്യാത്ത ആളുകളുണ്ട്, അത് ചെയ്തോളി. ഇനിയും ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഐബുകളെ മറച്ചു പിടിക്കണം റബ്ബേ എന്ന് ദുആ ചെയ്യുക. പിന്നെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ റബ്ബിനോട് ദുആ ചെയ്യുക. അതിനു മുമ്പ് ആ രാത്രി തൗബയെ മുണ്ടിക്കുക. പോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഏത് രാത്രി? ബറാത്തിന്റെ രാത്രി. ബറാത്തിന്റെ അർത്ഥം എന്താ? മോചനം. ഏതിന്ന് മോചനം? അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് മോചനം, നരകത്തിൽ നിന്ന് മോചനം. അള്ളാഹു മോചിപ്പിച്ചു തരട്ടെ എന്ന് ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. ശ്രദ്ധിക്കുക.
സൂറത്തു ദുഹാൻ പാരായണം ചെയ്യുക. അതേപോലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ചില അമലുകൾ ഉണ്ട്. ഞാൻ തൗബയെ പറ്റി പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ഏതുപോലെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ പറഞ്ഞത് കേട്ടാ. അതിന്റെ ആദത് ഒപ്പിച്ച് ചെയ്താൽ വളരെ നല്ലതാണ്. എത്രയുടെ ആദത്? 2375. ഓരോന്നിനും ആദത് ഉണ്ടാവും. ഞാൻ ആയത്തുൽ കുർസിന്റെ ആദത് നിങ്ങളോട് പറഞ്ഞു. 17, 50, 190. 10 ആ വഖത്തിൻ്റെതാ. മനസ്സിലായോ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിൻ. ഓരോന്നിനും ആദത് ഉണ്ട്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. എത്ര ആദത്? 450. എത്ര? 450. എത്ര? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഒരു ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ വാക്ക് മുന്തിക്കുന്നത് നല്ലതാണ്. ഏത് വാക്ക്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. പിന്നെ എന്ത് ചെയ്യാ? ഒരു കൂട്ടം കൂടി ദുആ ചെയ്യുമ്പോൾ 50 തൊട്ട് ഓരോരുത്തരും 9 ആളാണ് എടുക്കുക. മനസ്സിലായില്ല? ഇന്നലെ രാത്രി ഞങ്ങളൊരു അമൽ ചെയ്തു. അപ്പോൾ അവസാനം ദ്വാരക്കാൻ വേണ്ടി ഇരിക്കും. നോക്കുമ്പോൾ കുറച്ചാളുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, 9 ആള് വേഗം എന്ത് ചെയ്യും? ബാക്കിയുള്ളവന് ലത്തീഫ് അലി കളി. മനസ്സിലായില്ല? ഇന്നലെ രാത്രി അങ്ങനത്തെ സദസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടി ചെയ്താലും മതി. മനസ്സിലായില്ല? ഓരോരുത്തരും 450 ചൊല്ലിക്കൊള്ളുന്നില്ല. ഒരു ജമാഅത്താണെങ്കിൽ ഓരോരുത്തർ എത്ര? 50, 50. അപ്പം അവിടെ എത്ര ആള് മതി? 9 ആള് 450 ആയി. ജമാഅത്തിന് വരണം. അതേപോലെ യാ ലത്തീഫ് എത്ര ആദത്? ഒന്നിരിക്കൽ 129 അല്ലെങ്കിൽ 1000. ഒന്നിരിക്കൽ 129 യാ ലത്തീഫ് അല്ലെങ്കിൽ 1000. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ രേഖപ്പെടുത്തിയതാണ്. ബിദ്അത്തിന്റെ കക്ഷികളോട് ഇവിടെ വർത്താനമില്ല. അവരെ പറ്റി ഇവിടെ വർത്താനമില്ല. ഇതാര് പറഞ്ഞതാണ്? സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞതാണ്. അവര് പറഞ്ഞത് വിശ്വസിക്കണമെന്ന് ഖുർആനിലുണ്ട്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലാത്തത് അറിവുള്ളവർ പറഞ്ഞാൽ സ്വീകരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. അപ്പോ കുറച്ച് നേരം മതിയാവും. മെനക്കെട്ടൊന്ന് ഇരുന്നാൽ മതി. ഒരു 1.5 മണിക്കൂർ കൊണ്ട് തീരും. ഏറി 2 മണിക്കൂർ. ഒരു 1.5 മണിക്കൂർ തീരും. എത്ര? 2 മണിക്കൂർ. എത്ര? അതായത് എത്ര? 2375. എന്നാൽ തൗബ ഉണ്ടാവുന്ന 2375 വട്ടം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ഏത് ദോഷത്തിനും തൗബ ഉണ്ടാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദോഷത്തിന് തൗബ വേണോ വേണ്ടേ? അതാദ്യം തീരുമാനിക്കുക. വേണോ വേണ്ടേ? വേണം. നമ്മളൊരു കാര്യത്തിന് മെനക്കിടുമല്ലോ. നമുക്ക് എന്ത് പ്രശ്നമാണെങ്കിൽ അതിനങ്ങനെ അനുസരിച്ചല്ലേ. ദോഷമുണ്ട് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ 2375 ചൊല്ലും, 5375 ചൊല്ലും. നമുക്ക് എന്ത് വേണം? എനിക്ക് ദോഷമുണ്ട് എന്ന ബോധം വേണം. ബോധം, ഉറപ്പ് വേണ്ട. ഉറപ്പൊക്കെ നമുക്ക് ഉറപ്പ് തന്നെ ദോഷമുണ്ട്. ഈ ദോഷത്തിന് രക്ഷപ്പെടണം എന്നുള്ള ബോധം. അല്ലാഹു ബോധം നമുക്ക് തരട്ടെ. ആ ബോധം നരകത്തിലെത്തിയിട്ട് കാര്യമല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അവിടെ എത്തിയിട്ട് യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത്രയും കാര്യം ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക 3 യാസീൻ ഓതുക. അതേപോലെ തന്നെ ദുഖാൻ സൂറത്ത് ഓതുക. പിന്നെ പറഞ്ഞു എന്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതേപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത് ചുരുങ്ങിയ 100 വട്ടം. അക്സറിന് അദദില്ല. ചുരുങ്ങിയത് എത്ര? ഏത് മുസീബത്തും തടഞ്ഞു പോകാനുള്ള വാക്കാണ് എന്ത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത്.
യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത് പോലെയുള്ള അമലുകൾ ചെയ്യുക. പിന്നെ ചെയ്യാണെങ്കിൽ അമൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ചെയ്യോ, വളരെ പ്രധാനമാണ്. ചെയ്താൽ ആ വർഷം മരിച്ചാൽ പോലും ഖബറിൽ ശിക്ഷയുണ്ടാവൂല. പറഞ്ഞു തരട്ടെ അല്ലാഹു തആല നാഫിഅ ഇൽമിനെ തരട്ടെ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. 500 വട്ടം അതായത് എത്ര 500 എന്ന് ലൈലത്തുൽ ബറാഅ. അത് ഖബറിലെ സുആലിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും. ഇനി സുആൽ ഉണ്ടാവില്ല. അമ്പിയാക്കളല്ലാത്തവർക്കൊക്കെ സുആൽ ഉണ്ടാവും, ഇൽഹാമും ഉണ്ടാവും. ഉത്തരം ആരെ ഭാഗത്ത് നിന്ന് വരും? അള്ളാഹ് ഈ ആയത്തിന്റെ ബർക്കത്തുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊരുപാട് മഹാന്മാർ രേഖപ്പെടുത്തി ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹിന്റെ സഹായത്താൽ എത്ര 500 വട്ടം അള്ളാഹു തൗഫീഖ് തരട്ടെ. മറക്കരുത്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എന്താ അതിന്റെ നേട്ടം? ഖബറിലെ സുആലിൽ നിന്ന് രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതല്ലേ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ ഭാവിത്തു നീ കരയേണ്ടതാ. ഖബർ പോലെ ഒരു ഭയാനകമായ സംഗതി ഇല്ല. ഖബർ പോലെ ഭയാനകമായൊരു സംഗതി ഇല്ല. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ മഹ്ശറൊന്നും എനിക്ക് പേടിയില്ല, അവിടെ മനുഷ്യന്മാരുണ്ടാവുമല്ലോ, നമ്മളൊറ്റക്കല്ലേ. എനിക്ക് ഏറ്റവും വലിയ പേടി മഹ്ശറല്ല ഉസ്താദേ, എനിക്ക് പേടി അവരാണ്. തന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന നേരത്തെ ഖബർസ്ഥാനിലൂടെ പോകും സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. എന്നിട്ട് ഖബർസ്ഥാനിൽ ഇരുന്നൊന്ന് പൊട്ടിക്കരയും സയ്യിദുനാ ഉസ്മാൻ. ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു പരയിൽ പോകുമ്പോഴും ഒന്നുകൂടെ ഖബർസ്ഥാനിലേക്ക് പോകും സയ്യിദുനാ ഉസ്മാൻ. അവിടെ ഇരുന്ന് ഒന്നുകൂടെ കരയും സയ്യിദുനാ ഉസ്മാൻ. ഇതാ വീട്ടിലേക്ക് ചെന്ന് ചേക്കേറുകയാണ്. ഉമ്മുനായിര ബീവി വീട്ടിന്റെ പുറത്ത് ശബ്ദം കേട്ടാൽ വാതിൽ തുറന്ന് സ്വീകരിക്കാൻ വേണ്ടി ചെല്ലും. താടി രോമം നെഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്നും കരഞ്ഞല്ലോ എന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങൾ ഇന്നും കരഞ്ഞല്ലോ. നിങ്ങൾ ഖബർസ്ഥാനിലൂടെ പോന്നു അല്ലേ, നിങ്ങൾ ഇന്നും കരഞ്ഞല്ലോ എന്ന് പറയും ആരി? ഉമ്മുനായിര ബീവി ഭാര്യ. അപ്പോൾ പറയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയും, അവ്വലു മൻസിലി മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ ആദ്യത്തെ വീട് ഖബറാണ്. അവിടുന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലായിടത്തും രക്ഷയാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പേടി എന്തിനെയാണ്? ഖബറിനെയാണ് എന്ന് ആരാ പറഞ്ഞത്? അശറത്തുൽ ബശറയിലെ 3-ാം സ്ഥാനക്കാരനായ റഅയ്തു ഫീ ബാബിൽ ജന്നത്തി മക്തുബൻ ബിസ്മി ഉസ്മാൻ, ഉസ്മാന്റെ പേരെഴുതിയ കവാടം സ്വർഗ്ഗത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ മുത്ത് റസൂൽ പറഞ്ഞ മഹാനായ സയ്യിദുനാ ഉസ്മാൻ. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖബറിന് പെരും പേടിയാണ്. ആ ഖബറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടേണ്ടേ മുഅ്മിനീങ്ങളെ? ബറാത്തിന്റെ രാത്രി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ സുആലിന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഇൽഹാമോട് കൂടെ ജവാബ് പറയാൻ ഒരു മാർഗമാണ്. എന്ത്? ബറാത്തിന്റെ രാത്രിയിൽ എത്ര ചൊല്ലുക? ആയത്തുൽ ഹസ്ർ. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട ലഖദ് ജാഅകും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ആയത്തുൽ ഹിർസ് എന്നാണ് അതിന്റെ പേര്. 2 ആയത്താണ്. പരിശുദ്ധ തൗബയുടെ അവസാനത്തെ 2 ആയത്താണ്. ബിസ്മില്ലാ ഔദേ ഉള്ളൂ. ആദ്യത്തെ ഒരു വട്ടം ഔദ് ശരിയാ മതി. പിന്നെ നിർത്തിയിട്ട് 2-ാം വട്ടം തുടങ്ങുമ്പോൾ ഒന്നും കൂടി ഔദ് ആവർത്തിക്കാം. ഓരോ തവണയും എന്ത് വേണ്ട? ഔദ് വേണ്ട. ഒരു തവണ ഔദ് ഓതുക, പിന്നെ അങ്ങനെ വാറ്റ് വിടുക, പിന്നെ നിർത്തിയിട്ട് എവിടെയെങ്കിലും 2-ാം വട്ടം തുടങ്ങുകയാണെങ്കിൽ ഒരു ഔദും കൂടി ഓടുക. അങ്ങനെ എത്ര വട്ടം? 500. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അതിൻ്റെ ദുആകളൊക്കെ ഉണ്ട്. അതുമാതിരിതായ ധാരാളം ദുആകൾ ഏടുകളിലും മറ്റുമൊക്കെ ഉണ്ട്. ബറാത്ത് രാത്രിൻ്റെ ദുആകൾ എന്ന പേരിൽ മൗലിദ് കിതാബുകളിൽ എന്തുണ്ട്? ദുആ ഉണ്ട്. അത് ഞങ്ങൾക്ക് വായിച്ചാൽ ഞങ്ങൾക്ക് എടുക്കുക, അതിൽ കിട്ടൂല. ഓരോരുത്തർക്കും അത് നമ്മളൊരു കൊല്ലത്തിൽ ഒരിക്കൽ ചെല്ലുന്ന ദുആ ആയതുകൊണ്ട് ആരോട്ട് കാണാതെ പഠിക്കൂല. മനസ്സിലാണ്ട് പറഞ്ഞത്? ഉസ്താദ്മാരായ നമ്മൾ പോലും പലപ്പോഴും കാണാതെ പഠിക്കൂല. എന്തുകൊണ്ട്? കൊല്ലത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ദുആ. ഓരോ മഹാന്മാരായ ഇമാമിങ്ങളും ആ രാത്രി ചെയ്ത ദുആകളുണ്ട്. അതൊക്കെ മൗലിദ് കിതാബുകളിലും ഏടുകളിലും ഒക്കെ ഉണ്ട്.
മനസ്സിലായില്ലേ? ഇനി ഉസ്താദുമാരായ ഇനി ബന്ധപ്പെട്ട ഉസ്താദുമാർ, പള്ളിയിലെ ഉസ്താദുമാർ ബറാത്ത് രാത്രി പ്രത്യേകം ചെയ്യേണ്ട ദുആകൾ ഒന്നിട്ട് അതിൻ്റെ ഫോട്ടോ കോപ്പിയോ മറ്റോ എന്തെങ്കിലും ചെയ്തു തരും ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആരും ചെയ്തു തരുന്ന നല്ല നല്ല മനുഷ്യന്മാർ ഇഷ്ടം പോലെ പള്ളികളിലുണ്ട്. ജനങ്ങൾ നന്നാണെന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സുന്നത്യമായത്തിൻ്റെ ഇഷ്ടം പോലെ ആലിമീങ്ങൾ ചെറുപ്പക്കാരും അല്ലാത്തൊരു നാട്ടിൽ അല്ലാഹു തആല ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ.